ഇതാവുമ്പോ ആരും കാണത്തില്ല ഞാൻ എങ്ങോട്ടാ നോക്കുന്നേന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് സണ്ണി ലിയോണിനെയായിരുന്നു. അപ്പോൾ പുള്ളിക്കാരിയുടെ ഫോട്ടോസ് ആയിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ നോക്കുക. അല്ലെ ഞാൻ അങ്ങനെ തന്നെ അടിച്ച് സെർച്ച് ചെയ്യുമായിരുന്നു. ആക്ച്വലി എനിക്ക് അവന്റെ കണ്ണൊക്കെ നല്ല രസമാണ്. അതിങ്ങനെ അഭിനയിക്കുമ്പോഴത്തേക്കില്ലേ കണ്ണിലൂടെ ഇങ്ങനെ അതിങ്ങനെ പറയുന്ന ഫീലൊക്കെ ഉണ്ട്. ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും ആസ്വദിക്കാൻ കിട്ടുന്ന എല്ലാ അവസരങ്ങളും നിങ്ങൾ ആസ്വദിക്കുക. ഏത് യാത്രയിലാണെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും. ജാനകി ജാനു ജാനകി ജാനേ മണ്ണ് വെച്ചതല്ല പോടുന്നു ആണോ? സോറി 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 സോറി. അതായത് ഹലോ 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 പറയട്ടെ. പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ വായ നോട്ടം. ബീച്ചിൽ വായ നോക്കാനല്ലേ ഈ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് വന്നത്? അതാവുമ്പോ കാണത്തില്ലല്ലോ. ഉറക്കെ പറയണം എന്നാലേ കേക്കോളൂ. ഇതാവുമ്പോ ആരും കാണത്തില്ല ഞാൻ എങ്ങോട്ടാ നോക്കുന്നേന്ന്. മനസ്സിലായി. മറ്റേ പരസ്യം പോലെ കണ്ണ് അങ്ങോട്ടായിരിക്കും. അല്ല ഇതുണ്ടല്ലോ, ഇത് പ്രത്യേക സൈസ് കണ്ണാടിയാ. അല്ല പൊതുവെ വായനോട്ടം എന്നത് ജാനകിയുടെ ഒരു അഭിപ്രായം പറയാം. കാരണം ജാനകി ആരെയൊക്കെയാണ് വായ നോക്കുക, എപ്പോഴൊക്കെ, എവിടെയൊക്കെ, എങ്ങനെയൊക്കെ? പറയൂ പറയൂ പറയൂ. സത്യത്തിലുണ്ടല്ലോ, ഞാൻ വായി നോക്കുന്നത് പുരുഷന്മാരെ അല്ല, സ്ത്രീകളെയാണ്. ഒന്നാമത്തെ കാര്യം അവരുടെ സൗന്ദര്യം ആസ്വദിക്കുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം അവരുടെ ഡ്രസ്സിങ്, അവരുടെ ഓർണമെന്റ്സ്, ഇതൊക്കെയാണ് ഞാൻ വായി നോക്കാറുള്ളത്. പിന്നെ മൂന്നാമത് മാത്രമാണ് ഞാൻ പുരുഷന്മാരെ നോക്കാറുള്ളത്. പുരുഷന്മാരെ വളരെ കുറച്ചാണ് നോക്കുന്നത്. പിന്നെ പുരുഷന്മാരങ്ങനെ എല്ലാവരും കോമൺ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ആയിരിക്കും. പിന്നെ ചിലര് കുറച്ച് ഭംഗികള്. ഇന്നലെ ബീച്ചിൽ കൂടെ പോയപ്പോ നല്ലൊരു സുന്ദരനായ സായിപ്പോടി പോയി. ഒരു മൊട്ടത്തലേൻ അല്ലേ? മൊട്ടത്തലേനല്ല, ക്രിസ്തുവിനെ പോലെ തലമുടിയൊക്കെ ഇട്ട് നല്ല അടിപൊളി. ഭയങ്കര പുള്ളിയുടെ എന്നുവെച്ചാ അത്രയും പേരില്ലെങ്കിലും പുള്ളി മാത്രം കുറച്ച് ഹൈറ്റ് ഉള്ള ആള്. അയാൾ ഓടി. പിന്നെ കുറച്ച് ജിമ്മെന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ഫിറ്റായ ബോഡി. അപ്പൊ അയാളെ നോക്കി. പക്ഷെ സ്ത്രീകളെയാണ് ഞാൻ കൂടുതൽ നോക്കുക. അത് അവരുടെ ഭംഗി, അവരുടെ ഡ്രസ്സിങ് സെൻസ്, അവരിട്ടിരിക്കുന്ന ഓർണമെന്റ്സ്, ഇതൊക്കെ എവിടെയായിരിക്കും എന്നൊക്കെ ഉള്ള ചിന്തകളിലാണ് കൂടുതലും നോക്കുന്നത്. നെക്സ്റ്റ് ടൈം നമുക്ക് വാങ്ങണമല്ലോ എന്നുള്ള ഒരു ഇത്. സാധാരണ രഹന എങ്ങനെയാണ്? ഞാൻ ഇപ്പോൾ വണ്ടിക്കൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ പെട്ടെന്ന് കാണുന്ന ഞാൻ മെയിൻലി ആദ്യം വായ നോക്കുക സ്ത്രീകളെ തന്നെയാണ്. കൂടുതലും എന്താ പറയുക, ഭംഗിയുള്ളതും ഇങ്ങനെ ഓരോ രീതിയിൽ ഈ പറഞ്ഞ പോലെ ഡ്രസ്സിങ് ആണെങ്കിലും ഓർണമെന്റ്സ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഹെയർ സ്റ്റൈലോ അല്ലെങ്കിൽ ബോഡി ഷേപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ അവരുടെ ബോഡി പാർട്ട്, അതൊക്കെയാണല്ലോ നമ്മൾ പൊതുവെ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടുക. അപ്പോൾ ഞാൻ കൂടുതലും നോക്കാറ് സ്ത്രീകളെയൊക്കെ തന്നെയാണ്, പെൺകുട്ടികളെ സ്ത്രീകളെയൊക്കെ തന്നെയാണ്. എനിക്ക് ഇഷ്ടമാണ്, കണ്ട് ആസ്വദിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പുരുഷന്മാരെ ഞാൻ നോക്കാറുണ്ട്. അത് പക്ഷേ ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും സ്ത്രീ തന്നെയാണ്. സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം സ്ത്രീകളോടാണെന്ന് തോന്നുന്നു. ഞാൻ നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുക മുടിയായിരിക്കും, ചിലപ്പോൾ കണ്ണ്. ഫീച്ചേഴ്സൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് നോക്കും കേട്ടോ. മൂക്ക്, കണ്ണ്, ചുണ്ട്, പിന്നെ ഇവിടുത്തെ എന്താ പറയുക കഴുത്തിൻ്റെ നീളം, ചിലപ്പോൾ കൈവിരൽ, ചിലപ്പോൾ കാൽവിരലായിരിക്കും, പിന്നെ കാഫ്, എന്തിന് ചന്തി മോലൊക്കെ ഞാൻ നോക്കാറുണ്ട്. നോക്കാറുണ്ട്. പുരുഷൻ്റെ ആകുമ്പോഴത്തേക്കും കുറച്ച് ബോഡി കെയർ ചെയ്യുന്ന മനുഷ്യന്മാരെ അങ്ങനെ നോക്കാറുണ്ട്. പിന്നെ ചിലവരുടെ ഹെയർ ഇങ്ങനെ എനിക്ക് ചില ടൈപ്പ് ഓഫ് ഹെയർസ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെടാറുണ്ട്. പിന്നെ താടിയും ഒക്കെ. പിന്നെ എന്താ, ചിലരുടെ കണ്ണൊക്കെ നല്ല രസമായിരിക്കും കേട്ടോ. നല്ല ഐലാഷസ് ഒക്കെ ആയിരിക്കും. ബോയ്സിന്റെ ചില എല്ലാവർക്കും കോമൺ ആയിട്ട് ചിരിക്കുമ്പോ ഇല്ലേ താഴത്തെ പല്ലായിരിക്കും. മേളത്തെ പല്ല് കാണുന്ന ആൾക്കാരില്ലേ, അവരെ ഞാനിങ്ങനെ ശ്രദ്ധിച്ചു നോക്കാം. ഇനി ശ്രദ്ധിച്ചു നോക്കാം. ഞാൻ ഇതുവരെ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. ആണുങ്ങൾ കൂടുതലും താഴത്തെ പല്ലാണ് ചിരിക്കുമ്പോ കാണുന്നത്. ഈ മാധവന്റെ ഒക്കെ കണ്ടിട്ട് ചിരിക്കുമ്പോ മേളത്തെ ഇവിടെ താടിയില് മറ്റേ എന്താ വരുന്നത്, താടിക്കുഴികളില് ചുളിവുകൾ, അങ്ങനെയൊക്കെയാണോ ഉദ്ദേശിച്ചത്? ഇപ്പൊ എല്ലാവരും മറ്റേ ഇങ്ങനെ താടി വെക്കുന്ന കാരണം ഇങ്ങനെ സ്റ്റൈൽ ചെയ്ത് വെക്കാമല്ലോ, കൂർപ്പിച്ചൊക്കെ. അപ്പൊ ഇങ്ങനെ ചിഹ്നം കാണില്ല. ഇന്ദ്രിയത്തിന്റെ ഇങ്ങനെ ഒരു ചുഴി, അതെനിക്ക് ഇഷ്ടമല്ല കേട്ടോ, വലിയ താല്പര്യമൊന്നുമല്ലേ സീരിയസ്ലി. എനിക്ക് എന്താ പറയാ,
ഞാൻ കുറച്ചും കൂടെ, അതായത് ഇവിടെ ഇങ്ങനെ എന്താ പറയാ, ഒരു കോർണർ ചെയ്യുമ്പോൾ വി പോലെ ആക്കുമ്പോഴത്തേക്കും ഫുൾ താടിയാണോ അങ്ങനെ അത് ഓരോരുത്തരുടെ ഗെറ്റപ്പ് ആൻഡ് പേഴ്സണാലിറ്റി അനുസരിച്ചൊക്കെ നമുക്ക് ചില മനുഷ്യർക്ക് ചിലത് നല്ലതായിരിക്കും, ചിലതായിരിക്കും. അപ്പൊ ഇത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇപ്പൊ ഇങ്ങനെ ആക്കി വെക്കുമ്പോഴല്ലേ കുറച്ചും കൂടെ ഫേസിന്റെ ആ ഒരു വീതി കുറയും, നീളം ഫീൽ ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ ഇപ്പൊ ചെയ്തു വെക്കുന്ന കാരണം നമുക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ചില മനുഷ്യന്മാരെ ഒറ്റ നോട്ടത്തിലൊക്കെ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ഞാനിങ്ങനെ നോക്കും കുറച്ചു നേരമൊക്കെ. ഈ പറഞ്ഞ പോലെ വായി നോക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെ നമുക്ക് കുറച്ച് സമയമൊക്കെ കിട്ടി ആരെങ്കിലുമൊക്കെ നൈസായിട്ട് ഈ പറഞ്ഞ പോലെ മുന്നിൽ പെട്ട് കഴിഞ്ഞാൽ കുറച്ചു നേരമൊക്കെ ഇരുന്ന് നോക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പാസിങ് ഇങ്ങനെ നോക്കി പോകുന്ന സാധനങ്ങളുണ്ടല്ലോ, ചിലപ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഇതിങ്ങനെ കറങ്ങി പോകില്ലേ ചില മനുഷ്യരെ കാണുമ്പോൾ. അങ്ങനത്തെ സാധനമുണ്ട്. പിന്നെ ഇങ്ങനെ കണ്ണുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ അവിടെ ആക്കിയിട്ട് കൊണ്ടുവിട്ടിട്ട് ഒക്കെ തിരിച്ചു വരുന്ന പരിപാടി എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. അതായത് ഇപ്പം നമ്മൾ ആരെങ്കിലും നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ കണ്ണുകൊണ്ട് ഇവിടെ നിന്ന് അവിടം വരെ കൊണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യാറുണ്ട്. മീൻസ് നമുക്ക് മനസ്സിലാവും ആരോ നമ്മളിങ്ങനെ നോക്കുന്നുണ്ടെന്നുള്ള മനസ്സിലാവും. അതായത് ഈ സ്ത്രീകൾക്ക് ഒരു എന്താ 180 ഡിഗ്രി ഇതുണ്ടെന്നാണ്, വ്യൂ ഉണ്ടെന്നൊക്കെ ഉള്ള രീതിയിൽ, അല്ലെങ്കിൽ ഇത് മനസ്സിലാവും, സെൻസ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ നമ്മളങ്ങനെ നോക്കുമ്പോൾ പുരുഷന്മാർക്കും അങ്ങനെ പറ്റുന്നുണ്ടാവുമായിരിക്കും. അതെ, എത്ര ആൾക്കൂട്ടത്തിൽ ഇരുന്നാലും നമ്മളെ നോക്കും, ഒരാൾ നോക്കുന്നുണ്ടെങ്കിൽ നമ്മളെ മനസ്സിലാവും. അതെ, നമ്മൾ മനസ്സിലാവും, കറക്റ്റ് ആയിട്ട് അയാൾ കണ്ടുപിടിക്കുകയും ചെയ്യും. അപ്പൊ അതേപോലെ തന്നെ തിരിച്ചും പറ്റുമായിരിക്കും അല്ലെ? അങ്ങനെ ആ ഒരു സെൻസിങ് ഉണ്ടാവും. ആർക്കറിയാം, ഇനിയിപ്പോൾ ആരോടെങ്കിലും ചോദിച്ചു നോക്കണം. ഈ വായിനോട്ട് ഒരു കലയാണ്. കാരണം ഒരാളെ ബുദ്ധിമുട്ടിക്കാതെ അയാൾക്ക് ഒരു ഇത് ആക്ച്വലി നമ്മളുടെ ഒരു ആസ്വാദന രീതി. അതായത് നമ്മൾ പൂക്കൾ കാണുമ്പോഴാണെന്നുണ്ടെങ്കിലും പക്ഷികളെ കാണുമ്പോഴാണെങ്കിലും ഒക്കെ നമുക്ക് സന്തോഷം തോന്നുന്നതും ഇഷ്ടം തോന്നുന്നതും നമ്മൾ അതിനെ നോക്കുന്നതും അല്ലെങ്കിൽ അടുത്ത് പോകുന്നതും തൊടുന്നതൊക്കെ പോലെ. പക്ഷെ ഇവിടെ മനുഷ്യന്മാരെ നമ്മൾ അങ്ങനെ പോയി തൊടുന്നൊന്നുമില്ല, ദൂരെ നിന്ന് കണ്ട് ആസ്വദിക്കുന്നു, അവർക്ക് ഉപദ്രവമില്ലാത്ത രീതിയിൽ. ഇപ്പൊ അവരൊക്കെ തന്നെ ഉണ്ടല്ലേ, അപ്പൊ അവരെ രണ്ടുപേരും ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് ആരെ നോക്കും? പെട്ടെന്ന് നമുക്ക് ഇത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു തൊപ്പിയുടെ കളറ് വെച്ചിട്ടാണ് നമ്മൾ ആദ്യം നോക്കുക. എന്നിട്ടാണ് പിന്നെ 1 by 1 ആയിട്ട് നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുക അല്ലേ? സ്വാഭാവികമായിട്ടും എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യം നോക്കുന്ന ആ പെങ്കൊച്ചിനാണ്. അത് കഴിഞ്ഞിട്ട് ആ ചെക്കനെ നോക്കുള്ളൂ. അതാരും അതൊക്കെ അത്രേ ഉള്ളൂ. എന്നിലെ മറ്റേ എന്താണെന്നുണ്ടെങ്കിൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെയാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. സീരിയസ്ലി ഞാനിപ്പോ നമ്മൾ ഫോണിൽ നോക്കുമല്ലോ, റെഫറൻസ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഫോട്ടോ ആണെങ്കിലും എന്താണെങ്കിലും. ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിക്കിനീസിൻ്റെ ഒക്കെ ഇത് നോക്കുമ്പോൾ നേരത്തെ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് സണ്ണി ലിയോണിനായിരുന്നു. അപ്പോൾ പുള്ളിക്കാരിയുടെ ഫോട്ടോസ് ആയിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ നോക്കുക. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ അടിച്ച് സെർച്ച് ചെയ്യുമായിരുന്നു. ഇപ്പം പിന്നെ നമ്മുടെ സെർച്ച് ഓപ്ഷൻ വെച്ചിട്ട് ഫോൺ തന്നെ നമുക്കിങ്ങനെ സജഷൻസ് തരുന്നതുകൊണ്ട് അങ്ങനെ പേരെടുത്ത് സെർച്ച് ചെയ്ത് പോകേണ്ടി വരാറില്ല. നമ്മളുടെ ഒരു സെർച്ച് ഹിസ്റ്ററി വെച്ചിട്ട് ഇത് പോകുമല്ലോ. സെർച്ച് ഹിസ്റ്ററി എന്താണെന്ന് ചോദിക്കാതെ വേറെ കാര്യം അവിടെ. അപ്പോൾ ഇത് പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പം അങ്ങനെ നമ്മളുടെ ആ ഒരു ഏത് ടൈപ്പ് ഓഫ് ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ നോക്കുന്നത് കോസ്റ്റ്യൂം നോക്കാറുണ്ട്. ആ കോസ്റ്റ്യൂം എത്ര നന്നായിട്ട് എലഗൻ്റ് ആയിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാന്നുള്ളതും നമുക്ക് പോസ്റ്റേഴ്സ് നോക്കാറുണ്ട്. ഈ പറഞ്ഞ വീഡിയോസ് ഒക്കെ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ മാക്സിമം പോസ്റ്റേഴ്സ്, കോസ്റ്റ്യൂംസ്, അതിന് ആപ്റ്റായിട്ടുള്ള ആക്സസറീസ് അങ്ങനെയൊക്കെ നോക്കും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും അത് നന്നായിട്ട് ഇട്ട് പ്രസൻറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇതൊക്കെ ആയിരിക്കും ഇതിന് മാച്ച് എന്നുള്ള അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര നോക്കാറുണ്ട്. പ്രായം അല്ലെങ്കിൽ ഇതിലും കൂടുതൽ പ്രായമുള്ള സ്ത്രീകൾ എങ്ങനെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നു, ആ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ അവരെന്തൊക്കെ എഫേർട്ട് എടുക്കുന്നുണ്ട്, ഈ സാധനമൊക്കെ നോക്കാറുണ്ട്. അതൊക്കെ നോക്കുമ്പോഴും ഞാൻ പറയില്ല. അപ്പം സെർച്ചിങ് എന്നുള്ളത് ഏറ്റവും കൂടുതൽ സ്ത്രീയിലേക്ക് ഫോക്കസ് ചെയ്താൽ പോകാം. എന്നിട്ട് വളരെ റെയറാണ് അതിനകത്തും ഈ പറഞ്ഞ പോലെ റെഫറൻസ് എടുക്കുമ്പോഴത്തേക്കും. ഇപ്പോൾ റീൽസ് ചെയ്യാൻ വേണ്ടി അഭിനയിച്ചാണെങ്കിലും ഡാൻസ് ആണെങ്കിലും റീൽസ് ചെയ്യാനാണെങ്കിൽ പോലും ഞാൻ റെഫറൻസ് എടുക്കുമ്പോൾ ഓഫ് കോഴ്സ് ആദ്യം ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ ഒക്കെ ആയിരിക്കും എടുക്കുക. അത് കഴിഞ്ഞിട്ടാണ് പുരുഷനുള്ളത്. ഇപ്പോൾ ഡാൻസേഴ്സിൽ അങ്ങനെ നോക്കുന്ന പുരുഷന്മാരായിട്ടുള്ള 1-2 ഞാൻ ഫോളോ ചെയ്യുന്ന 1-2 പേരുണ്ട്. അവർ നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. അത് സിമ്പിളായിട്ട് നമുക്ക് നോക്കി പഠിക്കാൻ പറ്റുന്നത്. അതുപോലെ അഭിനയിക്കുന്ന 1-2 പയ്യന്മാരുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കാണിച്ചതല്ലേ ആക്ച്വലി എനിക്ക് അവന്റെ കണ്ണൊക്കെ നല്ല രസമാണ്. അതിങ്ങനെ അഭിനയിക്കുമ്പോഴത്തേക്കില് കണ്ണിലൂടെ ഇങ്ങനെ അതിങ്ങനെ പറയുന്ന ഫീലൊക്കെ ഉണ്ട്. ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. എന്താ പറയാ, നമുക്ക് ഇഷ്ടം തോന്നാന്നുള്ളതുണ്ടല്ലോ,
അത് വേറെ രസമാണല്ലോ. ലൈക്കൊക്കെ കൊടുക്കും കേട്ടോ, ലൈക്കൊക്കെ ഞാൻ ലൈക്ക് കൊടുക്കട്ടോ കത്തടെ അതൊക്കെ ഉണ്ട്. അത് ഞാൻ കാണിച്ചു കണ്ടപ്പോഴത്തേക്ക് ഞാൻ നോക്കുമ്പോ ഞാൻ കണ്ടോ കേട്ടോ അതായത് ചില പാട്ട് സീനൊക്കെ ആ പുള്ളി അഭിനയിക്കുന്നത് നല്ല രസമാണ്. അതിന്റെ കണ്ടൊക്കെ പോകുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നാണമൊക്കെ കാണാൻ എന്റെ അയ്യോ ഞാൻ എനിക്കിത് അങ്ങനെ പറ്റില്ല നാണം അഭിനയിക്കാനാണ് കണ്ണിന്റെ സാധനമൊക്കെ അപ്പൊ രസമാണ്, എനിക്ക് ഇഷ്ടമാണ്. ലൈക്ക് കിട്ടി രേണയുടെ ലൈക്ക് കിട്ടിയ ആൾക്ക് മനസ്സിലാവും. അങ്ങനെ ശ്രദ്ധിക്കണ്ടാവോ? ശ്രദ്ധിക്കുന്നുണ്ടാവും. ബ്ലൂ ടിക്ക് ഉണ്ടല്ലോ, രേണയ്ക്ക് ബ്ലൂ ടിക്ക് ഉണ്ട്. അപ്പൊ ഞാന് ലൈക്ക് തന്ന ആരാന്ന് ശ്രദ്ധിക്കും. അല്ല എനിക്ക് ഇഷ്ടപ്പെടുന്നതെല്ലാം ഞാൻ ലൈക്ക് ചെയ്യാറുണ്ട്. ഭയങ്കര ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ലവ് ഇടാറുണ്ട്. ലവ് കിട്ടിയോ ഇവിടെ കമോൺ, ലവ് കിട്ടിയോ ഇവിടെ കമോൺ. പേരൊന്നും ഞാൻ മെൻഷൻ ചെയ്യല്ല, അല്ലെങ്കിൽ പേരൊക്കെ വേണ്ട. അല്ല സത്യം ഞാൻ ജാനകി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്നെ ഇങ്ങനെ കാണിച്ചത് ഒരു താടിയുള്ളൊരു പയ്യൻ. വേണ്ട 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 പറഞ്ഞു പാടാന്ന് പറഞ്ഞെടുക്കും പോടുന്നു. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരെയും ഉപദ്രവിക്കാതെ നമ്മളുടെ ഒരു എന്താ പറയാ സന്തോഷം ആനന്ദമൊക്കെയാണ്. അപ്പോൾ എന്താ പറയാ ആരും അറിയാതെ നമ്മളുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ അങ്ങനെ ആസ്വദിച്ച് സന്തോഷിച്ച് ഉല്ലസിച്ച് അത് എവിടെയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ എവിടെ പോകുമ്പോഴും നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ വണ്ടി ഓടിക്കുമ്പോൾ മാത്രം അത് ചെയ്യരുത്, ഫോക്കസ് ചെയ്യണം. ഞാൻ കൂടുതലും ഞാൻ 2 വീലർ ഓടിക്കുമ്പോഴത്തേക്ക് സിഗ്നലിലൊക്കെ പെടുമ്പോഴാണ് മിക്കവാറും നമ്മൾ അപ്പുറത്തെപ്പെട്ട ആൾക്കാരൊക്കെ ശ്രദ്ധിക്കാമല്ലോ. അല്ലെങ്കിൽ പിന്നെ ബാക്കിലിരുന്ന് അല്ലെങ്കിൽ കാറിലാണെങ്കിൽ സൈഡിലിരുന്നൊക്കെ പോകുമ്പോഴാണ് നമുക്കതൊക്കെ പറ്റുക. എന്തായാലും ആസ്വദിക്കാൻ കിട്ടുന്ന എല്ലാ അവസരങ്ങളും നിങ്ങൾ ആസ്വദിക്കുക. ഏത് യാത്രയിലാണെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും അപകടമൊന്നും പറ്റിച്ചിട്ടില്ല. അതെ അപകടമൊന്നും പറ്റിച്ചിട്ടില്ല. അതാ ഞാൻ പ്രത്യേകം പറഞ്ഞു, വണ്ടി ഓടിക്കുമ്പോൾ ഇങ്ങനെ വായ നോക്കി ലാസ്റ്റ് പോയിട്ട് ഇരിക്കുകയെന്ന് ചെയ്യരുത്.